ജനിച്ചു വളർന്നത് ഇതുപോലൊരു ചെറിയ ഗ്രാമത്തിലാണ്. ഒരു മലയോര ഗ്രാമമാണ്. അവിടെ നിന്നെല്ലാം വന്ന് താമസിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. ഒരു വലിയ മലയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു അമ്പലം ഉണ്ടായിരുന്നു, ഇളക്കുപാറ മഹാദേവ ക്ഷേത്രം എന്ന് പറയും. ഞങ്ങളൊക്കെ കളിച്ചു വളർന്നത് ആ ക്ഷേത്രം. എല്ലാ അയ്യപ്പ സമയത്തും അവിടെ ഞങ്ങളുടെ പ്രധാന വിനോദം എല്ലാവർക്കും പായസം ഉണ്ടാക്കി വിതരണം ചെയ്യുക, കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. ഞാൻ അരങ്ങേറ്റം നടത്തിയ എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം നടത്തിയത് ആ ശിവക്ഷേത്രത്തിലാണ്. ആ ശിവക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ പുനരുദ്ധാരണ സമിതിയുടെ ചെയർമാൻ എൻ്റെ ബാപ്പയായിരുന്നു. എത്രയോ ശിവരാത്രികളിൽ ഞങ്ങൾ ജാതി മതഭേദമന്യേ ഉണർന്നിരുന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്ന് അറിയില്ല. ചെറുപ്പം ആണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ജീവിതത്തിൽ പല വേദികളിൽ പോകുവാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും അവസരം ലഭിച്ചപ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. സാക്ഷാൽ പരമശിവനാണ് ആദിയോഗി, പരമശിവനാണ് ആദിഗുരു. അദ്ദേഹം നൊന്തുനി വായിച്ചതിൽ നിന്നുണ്ടായ നാദത്തിൽ നിന്നാണ് നമ്മുടെ ഭാഷയുടെ വർണ്ണങ്ങളുണ്ടായത്. ആ വർണ്ണത്തിൽ നിന്നാണ് ഈ ലോകത്തിലുള്ള എല്ലാ എക്സ്പ്രഷൻസും, എല്ലാ പ്രയാണങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ സംസ്കാരത്തിനും എല്ലാ പ്രകാശനങ്ങൾക്കും കാരണം ആദിഗുരുവായ ശ്രീ സാക്ഷാൽ പരമേശ്വരൻ. ശ്രീ റസൂൽ പൂക്കുട്ടി മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് ഇത്രയധികം പേര് ഇന്ത്യയിലും ലോകത്തും തന്ന വ്യക്തി റസൂൽ പൂക്കുട്ടിയാണ്. ഒരു ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. മിക്കവാറും ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഈ വിഴിഞ്ഞത്തുനിന്ന് കടപ്പുറത്തുനിന്ന് ഒരു ഫിഷർമെൻ ബോട്ടിൽ, ഒരു സാധാരണ ബോട്ടിൽ ഈ സ്ഥലം അന്വേഷിച്ച് വരുമ്പോൾ, കോതമംഗലത്ത് നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഈ സ്ഥലമൊന്നും അറിയില്ല. ഞാൻ കോവളം മാത്രമേ കണ്ടിട്ടുള്ളൂ. വരുമ്പോൾ ആദ്യം കണ്ട ബിൽഡിങ്, ആ ഫിഷർമാൻ എന്നെ ആദ്യം കാണിച്ചു തന്നത് ആഴിമല ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് കാണിച്ചു തന്നത് അടിമലത്ര പള്ളി. മൂന്നാമത് കാണിച്ചു തന്നത് ചൊവ്വര ക്ഷേത്രമാണ്. ഞാൻ 4 ദിവസം മുമ്പ് ചൊവ്വര ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാനിത് പറഞ്ഞു. ഈ 3 കെട്ടിടങ്ങളാണ് കാണിച്ചു തന്നത്. ഒരു പക്ഷേ ഇതാണ് സത്യത്തിൽ ഞാൻ, എൻ്റെ ബ്രദറും എൻ്റെ സഹോദരൻ പോളി മാത്യുവും ഞാൻ ഇവിടെ വന്ന് ഈ സ്ഥാപനം തുടങ്ങാനുള്ള കാരണം. ഒരു സംശയമില്ല, ഒരു വലിയ എനർജിയുള്ള, ഒരു വലിയ എനർജി എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ വരുന്ന വിദേശികളും പറയുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിന് വലിയൊരു എനർജിയുണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് ഇവിടെ വരുന്ന വിദേശികളും പറയാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം. അതിലുപരി ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും, ശ്രീനാരായണ ഗുരുവാണ് ഈ അമ്പലത്തിന് കല്ലിട്ടത്. അങ്ങനെ ഒരു വലിയ കാര്യം കൂടി എൻ്റെ പിന്നിലുണ്ട്. എല്ലാവർക്കും നന്ദി, എന്നെ ഇന്ന് ക്ഷണിച്ചതിന്. സത്യത്തിൽ ഇദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു എന്താണ് വരണം, സെസുകുട്ടി വരുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉത്സവം കഴിഞ്ഞിരിക്കും, അതുകൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം ഇവിടെ വന്നതിൽ. റസൂൽ കുട്ടിക്ക് ഞാനും വ്യക്തിപരമായ പേരിൽ ഞാനും നന്ദി അറിയിക്കുന്നു ഇവിടെ വന്നതിൽ. താങ്ക് യു വെരി മച്ച്.